അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഭയാനകമായിട്ടുള്ള രൂപത്തിൽ ധാർമ്മിക അപച്യുതികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലുള്ള വലിയ അക്രമങ്ങൾ നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിന് കരുതൽ നൽകി കാവലാകേണ്ട ആളുകൾ ആ കുടുംബത്തെ കശാപ്പ് ചെയ്യുന്നതിനുള്ള കുരക്കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് ചുറ്റുമുള്ളത്. ഒരേ വയറ്റിൽ നിന്ന് വന്ന സ്വന്തം കുഞ്ഞനുജനെയും കൂടെ പഠിക്കുന്ന സഹപാഠിയെയും ഒക്കെ അടിച്ചുമിടിച്ചും കൊലപ്പെടുത്തിയിട്ട് പോലും ഒരു മനസ്താപവുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഈ ഒരു സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മയക്കുമരുന്ന് ലഹരിയിൽ ആണും പെണ്ണും പച്ചപ്പാതിര നേരത്ത് ഒരു പരിസരബോധവുമില്ലാതെ ഒരു രാഷ്ട്രത്തിൻ്റെ സാംസ്കാരികരെ പറയിപ്പിക്കുന്ന രീതിയിൽ വഴിയോരങ്ങളിൽ അശ്ലീല നൃത്തങ്ങൾ ചവിട്ടി എരിഞ്ഞു തീരുന്ന അവസ്ഥയാണ് ചുറ്റുവട്ടവും കാണുന്നത്. ചെറുപ്പമല്ലേ അവർ, അവരുടെ കാലമല്ലേ ഇത്, അടിച്ചു പൊടിക്കട്ടെ അവർ, കൊടുക്കൂ അവർക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരുന്ന മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾ തലയിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താണ് സമൂഹത്തിന് സംഭവിച്ചത് എന്ന്, എന്തൊരു കാലഘട്ടമാണ് ഇതെന്ന്, ഇനി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന്. അതെ, എന്താണ് യഥാർത്ഥ പരിഹാരം എന്ന് നിർവചിച്ചു കൊടുക്കേണ്ട ആളുകളാണ് നാം അറിയേണ്ടത്. ഇതിലും വലിയ അധാർമികതകൾ അരങ്ങേറിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ചരിത്രം ഡാർക്ക് ഏജ് എന്ന് രേഖപ്പെടുത്തിയ കാലഘട്ടം. സ്വന്തം പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരുപാട് ആളുകൾ ഒരു സ്ത്രീയെ പ്രാപിച്ച ഒരു കുട്ടി ഉണ്ടായാൽ ആ സ്ത്രീ ചൂണ്ടിക്കാണിക്കുന്നവർ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടം. 5 ആളെ കൊന്നവനേക്കാൾ 10 ആളെ കൊന്നവനെ മഹാനായും ധീരനായും കണ്ടിരുന്നൊരു കാലഘട്ടം. മുഴുവൻ സമയവും മദ്യത്തിൽ കുടിച്ച് കുതിർന്ന് താൻ മരിക്കുകയാണെങ്കിൽ പോലും മുന്തിരിവള്ളിക്ക് ചുവട്ടിൽ കുഴിച്ചിടണം എന്ന് വസിയത്ത് പറഞ്ഞിരുന്നൊരു കാലഘട്ടം. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് ഒട്ടകപ്പാലം കുടിച്ച് ഗോത്രവർഗ കുടിപ്പകകളിൽ വർഷങ്ങളോളം രക്തരൂക്ഷിത പോരാട്ടം നടത്തി അതിൽ ആനന്ദം കണ്ടെത്തിയ പരിക്കന്മാരായ ഒരു ജനത. ആ ഒരു ജനതയെ കേവലം 23 വർഷക്കാലം കൊണ്ട് സംസ്കരിച്ചു. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാവുന്ന ഉത്തമ സമുദായം എന്ന ഖ്യാതിയിൽ ലോകത്തിന് മാതൃകയാക്കിയെങ്കിൽ അതേ പരിഹാരം തന്നെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിലും നമുക്ക് നിർദ്ദേശിക്കുവാനായിട്ടുള്ളൂ. എങ്ങനെയാണ് അവർ സംസ്കരിക്കപ്പെട്ടത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് അയച്ചു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ശരിയായതിലേക്ക് ഈ ഖുർആൻ, ഈ കിതാബ് മനുഷ്യരെ വഴി കാണിക്കുന്നു എന്ന്. അതെ, വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള പ്രവാചക ചര്യയുമാണ് സകല മൂലച്യുതികൾക്കും പരിഹാരമായി നിർദ്ദേശിക്കുവാനുള്ളൂ. ഇന്ന് സകല തിന്മകളുടെയും ആവിർഭാവം നമുക്കറിയാം മദ്യത്തിൽ നിന്നാണ്. എന്നാൽ ഖുർആൻ ചോദിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, വിരമിക്കാൻ, കുടി നിർത്തുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. അങ്ങനെ ചോദിക്കുക മാത്രമല്ല, അതിലേക്കൂടെ സകല വഴികളെയും അടച്ചു കളഞ്ഞു ഇസ്ലാം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വഹുവ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നത് മദ്യമാണ്, അതൊക്കെ ഹറാമുമാണ്. മ അസ്കർ കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ഒരു സിപ്പടിച്ചാലും അത് നിഷിദ്ധമാണ് എന്നും. വീണ്ടും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ യഖഅദു അലാ മാഇദത്തിൻ യശ്റബു അലൈഹൽ ഖംർ. മദ്യം വിളമ്പുന്ന ടേബിളിൽ ഇരിക്കരുത് എന്നാണ്. അവർ മദ്യം കുടിക്കട്ടെ, ഞാൻ കോട കുടിച്ചോളാം എന്ന് വിചാരിക്കരുത്. അതായത് അതിലേക്കുള്ള സകല വഴികളും അടച്ചുകൊണ്ട് പരിപൂർണമായിട്ടുള്ള വിടുതലാണ് ഇസ്ലാം അവിടെ നിർദ്ദേശിക്കുന്നത്. ഇനിയോ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ പടർന്ന് പന്തലിച്ച ഒരു തിന്മയാണ് സ്ത്രീ പുരുഷ ഇടകലരൽ. അവൾ എൻ്റെ ബെസ്റ്റിയാണെന്ന് പറയുക, ഇവൻ എൻ്റെ ബെസ്റ്റിയാണെന്ന് പറയുക, അത് പ്രേമമാവുക, അവിഹിതമാവുക, അവസാനം ഒഴിവാക്കാൻ സാധിക്കാതെ വരുമ്പോൾ കൊന്നുകളയുക. ഇവിടെ ഇസ്ലാം കണിശമായിട്ടുള്ള ഒരു നിർദ്ദേശം വെക്കുകയാണ്. അന്യ സ്ത്രീയെ പുരുഷൻ സ്പർശിച്ചു പോകരുത് എന്നാണ്. തലയിൽ ഇരുമ്പിന്റെ ആണി അടിക്കുന്നതിന് തുല്യമാണ് അത് എന്ന് അതിന്റെ ഗൗരവം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റപ്പെടരുത്, അത് ചാറ്റ് റൂമിലായിരുന്നാലും ശരി. കാരണം ഇന്ന സാലിസഹുമ ശൈത്വാൻ, മൂന്നാമനായിക്കൊണ്ട് അവിടെ പിശാച് വർത്തിക്കുമെന്നാണ്. എന്നാൽ വീണ്ടും ഖുർആൻ ശക്തമായി ഇടപെട്ടുകൊണ്ട് പറയുന്നു, വലാ തഖറബുസ്സിന, വ്യഭിചാരത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത് എന്നും അതിൻ്റെ പരിസരത്തേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. കാരണം തിരിച്ചുവരവ് അസാധ്യമായി തീരും. അവിടെയും ഖുർആൻ നിർത്തിയില്ല. കുല്ലിൽ മുഅ്മിനീന യഉദ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കിപ്പോകരുത് എന്നാണ്, ദൃഷ്ടി താഴ്ത്തണമെന്നാണ്. കാരണം നോട്ടമാണ് മറ്റെന്തിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഖുർആൻ ആണ് യഥാർത്ഥ പരിഹാരം നിർദ്ദേശിച്ചത്. ഇതേപോലെ തന്നെ സമൂഹത്തിൽ കൊലകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറയുന്നു, വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ്, അള്ളാഹു പവിത്രത നൽകിയ ജീവനെ നിങ്ങൾ ഹനിച്ചു കളയരുത് എന്നാണ്. എന്ന് മാത്രമോ, തമാശയ്ക്ക് പോലും ആയുധം ചൂണ്ടരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ബൻ അഷാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ, ആരെങ്കിലും തൻ്റെ സഹോദരനുമേൽ ഒരു ആയുധം ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനു ഹത്താ യൻസ്, അതിൽ നിന്നും അയാൾ പിന്തിരിയുന്നത് വരെ മലക്കുകൾ അയാളെ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതായത്
സകല തിന്മകളിലേക്കുമുള്ള വഴി അടച്ചു കളയുന്ന അധ്യാപനങ്ങളാണ് ഇവയൊക്കെയും. ഇനി ഈ അധ്യാപനങ്ങളോട് അന്ധത കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ഖരീൻ. പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവരും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. ആ പിശാചായിരിക്കും പിന്നെ അവന് കൂട്ടാളിയാവുക എന്നാണ്. അവൻ പറഞ്ഞാൽ കൊല്ലും, അവൻ പറഞ്ഞാൽ വെട്ടും, അവൻ പറഞ്ഞാൽ വിഷം കലക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ കൃത്യമായ രൂപത്തിൽ പിൻപറ്റുക, അതാണ് സകല പ്രതിസന്ധികൾക്കും യഥാർത്ഥ പരിഹാരമായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.